ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ട്രൈ ചെയ്യാം. എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഞാനിവിടെ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്. വഴുതനങ്ങ, കത്തിരിക്ക, വെണ്ടയ്ക്ക, പയറ്, തക്കാളി. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അധികം പച്ചക്കറി വാങ്ങാറില്ല. അത്യാവശ്യമുള്ളതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ധാരാളം വഴുതനങ്ങ പിടിച്ച് നിൽപ്പുണ്ട്. ഒരു മൂട് വഴുതനങ്ങ ഞാൻ ഇത് തറയിലാണ് നട്ടിരിക്കുന്നത്. സാധാ എല്ലാം ഞാൻ ടെറസിലാണ്, ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ടെറസിലാണ് നടുന്നത്. അപ്പോൾ വഴുതനങ്ങയും കത്തിരിക്കയും ഞാൻ പലപ്പോഴും ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ എനിക്ക് വലുതായിട്ട് അതിൽ നിന്ന് വിളവ് ലഭിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം വഴുതനങ്ങയും കത്തിരിക്കയൊക്കെ ഇത്തിരിയെങ്കിലും സ്ഥലം ഉള്ള സ്ഥലത്തൊക്കെ നടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വഴുതനങ്ങയുടെ ഇത് നട്ടു, ഒരുപാട് കായ് ഇത് പിടിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് ഞാൻ അടുത്തൊക്കെ ഉള്ളവർക്കും എൻ്റെ റിലേറ്റീവ്സൊക്കെ വരണവർക്കൊക്കെ പറിച്ച് കൊടുക്കാറുണ്ട്. അത്രയ്ക്ക് ഇതിൽ പിടിക്കുന്നുണ്ട്. ഇന്ന് അതിൽ നിന്ന് ഒരു 2 വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിന്നൊരു മെഴുക്ക് പുരട്ടി വയ്ക്കാം. വഴുതനങ്ങ മാത്രം മെഴുക്ക് പുരട്ടി വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങനെ അധികം ഇഷ്ടമല്ല. വഴുതനങ്ങയുടെ കൂടെ ഞാൻ കൂടുതലും വയ്ക്കുന്നത് 2 ഉരുളൻകിഴങ്ങും കൂടെ ഇടും. അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും. അതുപോലെ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ കൂടെ നമ്മളെ വെണ്ടയ്ക്ക ഇട്ട് വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് ഞാനിപ്പോൾ വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും കൂടെ ഉള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 2 വഴുതനങ്ങ, 2 ഉരുളൻകിഴങ്ങ്, സവാള, 2-3-4 പച്ചമുളക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ നീളത്തിനൊന്ന് ഇതിപ്പോൾ അധികം വെള്ളത്തിലൊന്നും ഇട്ടിട്ട് കറ അങ്ങനെയൊന്നും ഞാൻ കളയണ്ട. കാരണം ഇത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വേറെ വിഷാംശം പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അവർ കീടനാശിനി, ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അങ്ങനെയുള്ള യാതൊന്നുമില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയെടുത്താൽ മാത്രം മതി. വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നീളത്തിന് നന്നായി ഈ വഴുതനങ്ങ ഇങ്ങനെ നീളത്തിന് കനം കുറച്ച് അരിയണം. പിന്നെ അതുപോലെ ഉരുളൻകിഴങ്ങും നമുക്ക് അതുപോലെ നീളത്തിന് കനം കുറഞ്ഞ് അരിയാം. പിന്നെ സവാളയും പച്ചമുളകും കൂടെ ഇതുപോലെ അരിഞ്ഞ് എല്ലാം എടുക്കണം. നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഉരുളൻകിഴങ്ങുകളും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കരിയേപ്പില, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായി ഇളക്കി ഒഴിച്ച് ആ എണ്ണയിലൊന്ന് വാടി വരണം. ഉരുളൻകിഴങ്ങ് കൂടെ ഉള്ളത് കൊണ്ട് ഉരുളൻകിഴങ്ങിന് ഇത്തിരി വേവുണ്ട്. നമ്മൾ വഴുതനങ്ങയും വെണ്ടയ്ക്കയൊക്കെ മാത്രമാണെങ്കിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട, എണ്ണയിൽ തന്നെ നന്നായി വാടി വരും. ഇത് ഉരുളൻകിഴങ്ങ് കൂടെ ഉള്ളതുകൊണ്ട് ഉരുളൻകിഴങ്ങ് ഇത്തിരി വേവുന്നതിന് വേണ്ടി നമ്മൾ അല്പം ഒരു വെള്ളം ഒഴിച്ച് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളുടെ രുചികരമായ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ വഴുതനങ്ങ ഇട്ടുമ്പോൾ ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിനോടൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക.